ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ തെങ്ങിൻ്റെ കൂമ്പ് വെച്ചിട്ട് ഒരു ഐറ്റമാണ്. കുറുക്ക് ലേഹ്യം എന്നൊക്കെ പറയും. അങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. കുറുക്കെന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. അപ്പം ഇതാ ഇത് നമ്മൾ ഈ സാധനം പുറത്തെ ഈ ഒരു ഐറ്റം നമ്മളങ്ങ് ഒഴിവാക്കി കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഈ ചെറിയ പൂങ്കുലയെന്നാണ് അതിന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മൾ അതേപോലെയുള്ള ഒന്നതിനകത്ത് നിന്ന് ഇളക്കിയെടുത്തതാണ്. ഇത് രണ്ടും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഒരു വെറൈറ്റി ഐറ്റം ഇതുപോലെ തെങ്ങ് മുറിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല ഇത്. അപ്പം അത് കിട്ടിയപ്പോൾ നമുക്ക് എന്തായാലും ഇത് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആ കൂമ്പൊക്കെ വൃത്തിയാക്കി വരുമ്പോൾ ഇതേപോലെ ഇരിക്കും. ആദ്യമായിട്ട് നമ്മളൊരു ജാർ എടുക്കുക. ആ ജാറിലേക്ക് കുറഞ്ഞതൊരു 6 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെച്ച പച്ചരി ഇട്ട് കൊടുക്കുക. ഒരു ദിവസം ഫുള്ള്, അതായത് ഒരു ദിവസം നൈറ്റ് ഫുള്ള് സോക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇട്ടതിന് ശേഷം നമ്മൾ ആ വൃത്തിയാക്കി വെച്ചേക്കുന്ന തെങ്ങിൻ കൂമ്പുകൾ ആ ജാറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരയ്ക്കുക. ഇത് നന്നായിട്ട് അരഞ്ഞു കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ കളറിലൊക്കെ നല്ല വ്യത്യാസം വരും. ഒരു റെഡ് പോലത്തെ ഒരു കളർ ഇങ്ങനെ വരും. പണ്ട് നമ്മൾ വെള്ളമൊക്കെ എടുത്തൊക്കെ ഇങ്ങനെ അരയ്ക്കുന്ന സമയത്ത് ആവുന്നത് പോലെ ഒരു റെഡ് കളറിലേക്ക് ഇത് മാറും. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ അരച്ചെടുക്കണം. ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അടി കട്ടിയുള്ള ഒരു ഉരുളിക്കകത്തേക്ക് ഇതൊഴിച്ചതിന് ശേഷം ആ ജാറ് ഒന്ന് ശകലം ഒരു വെള്ളത്തോടെ ചുറ്റി അതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. വളരെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം റിപ്പോട്ടി എന്നൊക്കെ പറയും, കരിപ്പെട്ടി എന്നൊക്കെ പറയും. ഒരു 2 കപ്പ് കരിപ്പെട്ടി ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഒരു 2 കപ്പൊക്കെ ആകുമ്പോഴത്തേന് ഏകദേശം ഒരു മധുരമാകും. ഒരുപാട് മധുരത്തിലേക്ക് പോയി കഴിഞ്ഞാലും കുടിക്കുമ്പോൾ നമുക്ക് ഒരു മടുപ്പ് തോന്നും. അതിനുശേഷം 1 കപ്പ് തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അടുപ്പ് കത്തിച്ച് ഇത് അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കുക. ഈ ചൂടാക്കും തോറും അന്നേരം മുതൽ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. അന്നേരം മുതൽ തുടങ്ങുന്ന പണിയാണ് ഈ ഇളക്കെന്ന് പറയുന്നത്. ഇത് ഇളക്കിക്കൊണ്ട് ഇരുന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് അടി പിടിക്കും ഭയങ്കരമായിട്ട്. ഇളക്കി നമ്മൾ ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്കത് ഏകദേശം ഒരു രൂപ ആയിട്ടുണ്ടാവും ഇതിൻ്റെ. അപ്പം നമ്മളിങ്ങനെ ഇത് തിളച്ച് തുടങ്ങുന്ന സമയത്ത് വീണ്ടും അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് നെയ്യ് എന്നപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കണക്കാക്കി ഒഴിച്ചിട്ട് അത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മിക്സിങ്ങോട് കൂടിയിട്ട് നമ്മുടെ സാധനം ഏകദേശം ആയിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യുക. ഇതേപോലെ ഇരിക്കും. ഇനി അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നടുവേദനയൊക്കെ അങ്ങോട്ട് പോട്ടെ. ഇല്ല കൂട്ടാ, എക്സസൈസ് ഒന്നും വേണ്ടെന്നാണ് അവർ പറയുന്നത്. ഈ പണ്ടുള്ളവർ പറയുന്നത് ഇത് നടുവേദനയ്ക്കൊക്കെ നല്ലതാണെന്നൊക്കെയാണ് പറയുന്നത്. ഇതിനകത്ത് എത്രത്തോളം ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് അതൊന്നും ഞാൻ ഉറപ്പ് പറയുന്നില്ല. എന്തായാലും മറ്റ് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഇത് ഗുണമില്ലെങ്കിലും ദോഷം ചെയ്യത്തില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് കുടിച്ചു നോക്കാം. അങ്ങനെ നമ്മൾ കുടിക്കാൻ പോവാണ്. നമ്മൾ ഉണ്ടാക്കിയ സാധനം കുടിക്കാൻ പോവാണ്.